ഇങ്ങോട്ട് വെക്കുമ്പോഴേ ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിന്റെ കുപ്പായ ഇടാണ്ട് കാണിക്കാൻ പറ്റത്തില്ല. പൊന്നു മോളി ഷെൻസാബിൻ്റെ ഫ്രൈഡ് റൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിതിവിടെ കായ് വാട്ടിയിട്ടുണ്ട്. മുട്ട ഇട്ടിട്ടാണ് വാട്ടിയേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ്, ഓക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നല്ല അടിപൊളി മഴയിലുണ്ട്. രാവിലെ ഇങ്ങനെ മഴ വന്നും പോയിക്കൊണ്ടാണ്ടായത്. അപ്പോൾ ഇപ്പം അത്യാവശ്യം പെയ്തും. എന്നാൽ ഇപ്പോൾ കുറച്ചിങ്ങനെ നിൽക്കാൻ വേണ്ടി പോകുന്ന പോലെ ഉണ്ട് മഴ. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാത്രിത്തോളം ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലോ ഓക്കെ. അപ്പോൾ ഉച്ച തൊട്ട് രാത്രിത്തോളം ചിക്കൻ ബിരിയാണി അങ്ങോട്ടങ്ങ് നീട്ടി വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഓർഡർ ചെയ്തത് വരണത്ര. അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് റെഡിയാക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് മസാല ഒക്കെ ആക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പം മതിയായാ? അപ്പോൾ ഉള്ളിൽ കൊണ്ടേക്ക് പോയിട്ട് ടേബിളിൻ്റെ ബേറില്ല. ഇത് ഉള്ളിൽ കാണിച്ചേ, ടേബിളിൽ കൊണ്ടേക്ക് പ്ലേറ്റ്. അപ്പം അപ്പോഴത്തേക്ക് എന്താക്കാം, നമുക്ക് പോയി വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നുന്നു ഞാൻ തിന്നുമ്പോഴത്തേക്ക് ചിലപ്പം വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പം അത് കഴുകേണ്ട പണിയിലേക്ക് പോകും. അപ്പോൾ കോഴി കഴുകാനാണ് കുറച്ച് മടിയിലെ കാര്യമാണ് എനിക്ക്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, എന്താ കഴിച്ചു അവിടെ മുറ്റത്തെല്ലാം വെള്ളം. അപ്പോൾ നമുക്ക് നമ്മൾ കിച്ചണിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണാം കേട്ടോ. ആ ഒരു പണിൻ്റെ ടൈമിൽ കാണിക്കാം. ഓക്കെ, കറണ്ടൊന്നും ഇല്ല കഴിച്ചൂടെ. ബാറ്ററി ഉണ്ട്. മഴ ആയതുകൊണ്ട് ഇനിയിപ്പം തുണിപ്പായ തിരുമ്പിക്ക് ആർത്തിയിടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ മഴ പെയ്ത് ഇന്നലെ നല്ല അത്യാവശ്യം വെയിലിട്ടിരിക്കുന്നത്. അപ്പം ഡ്രസ്സെല്ലാം ഇന്നലെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടി. അപ്പോൾ ഇന്ന് തിരുമ്പിക്ക് നാളെ വെയിലുണ്ടെങ്കിൽ നാളെ വേഗം ആക്കിയിടാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചണിൽ പണി എടുക്കുന്ന സമയത്ത് കാണാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചോറിന് അരി ഇളക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെള്ളം ഊടാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് അത് വെള്ളം പോകുന്ന സമയത്ത് നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ മുറിച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ചിക്കൻ വരുമായിരിക്കും. ഇതുവരെ വന്നിട്ടില്ല. നല്ല മഴയാണ്, ചിലപ്പോൾ മഴ ആയതുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പാത്രം ഞാൻ പണ്ടേ കാണിച്ചിട്ടുണ്ടായിരുന്നു, മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലായതുകൊണ്ട് കുറച്ച് അധികം അരി എടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം എൻ്റെ പെരക്കാട് ഉമ്മ എടുത്തുള്ള സമയത്ത് മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നല്ലേ, അതിലാണ് അരി ഇളക്കലുണ്ടായി. അപ്പോൾ അതിൽ കുറച്ച് അധികമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിലാണ് ഇളക്കലുണ്ടാകും. അപ്പോൾ ഇതിൽ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് 3 ഗ്ലാസ് അരി എടുക്കാം. രാത്രിത്തോളം വരെ അത് മതിയായിരിക്കും വിചാരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് കൂട്ടി വെക്കാം, പ്രശ്നമില്ല. അതായത് വയ്യ ഇല്ലയെന്നുണ്ടെങ്കിൽ കൂട്ടി വെക്കാം. ഞാനിപ്പോൾ 3 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഗ്ലാസ് നിറച്ചിട്ട് എടുക്കല്. അപ്പോൾ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഇളന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കിഴങ്ങ് മാറ്റും. അപ്പോൾ ഇത് കഴുകിയിട്ടൊക്കെ വരാം കേട്ടോ. കഴുകുന്നൊന്നും കാണിക്കുന്നില്ല. പിന്നെ റെസിപ്പി വ്ളോഗല്ല, ഇന്നത്തെ ഒരു ഡേ ലൈഫ് പോലെ
പ്രഗ്നൻസിയിൽ ഡെയിം ലൈഫിനൊക്കെ തമ്മിൽ വെക്കാം അല്ലേ? ഓക്കെ, ഡെയിം ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടുന്നതൊന്ന് കാണിച്ചു പോവാം. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ ഉള്ളി തക്കാളിയെല്ലാം മുറിക്കാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ മുറിച്ചതിന് ശേഷം എന്താ ചെയ്യുക, മസാല ആക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അരി നെയ്ച്ചോറ് തീരുമാനിയും ചെയ്യാം. അപ്പോൾ മസാല ആയി കഴിഞ്ഞാൽ പിന്നെ കോഴി കഴുകി, കോഴി വന്നിട്ടില്ല ഇതുവരെ, കോഴി കഴുകി പരത്തി പൊരിക്കുക വേണ്ടു. അപ്പം എന്താണ് നമുക്ക് ഉണ്ടാക്കാം. ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എനിക്കൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കഴിച്ച് ഉള്ളി തക്കാളി ഇതവിടെ ഉണ്ട്, പച്ചമുളക് ചോറിലേക്ക് കേട്ടോ. അപ്പോൾ മസാല ആക്കാൻ ഇതവിടെ, നമ്മൾ ചോറ് വെക്കാൻ ഇതവിടെ. ഓക്കെ, സെറ്റില്ല. ചോറിൻ്റെ വെള്ളം ഇളക്കാനുള്ളത് നമുക്ക് മസാല അത് ഉള്ളിട്ട് വെക്കാം. നല്ല തണുത്ത കാറ്റ് പുറത്തുനിന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കിച്ചണിൽ ഫാൻ ഇട്ടിട്ടാണില്ല കേട്ടോ. ഇത് ഫാനിലെടുക്കുമ്പോൾ സമാധാനം ഇല്ല. നമുക്ക് നമ്മുടെ മസാല ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. മസാലയിൽ ഉള്ളിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വെക്കാം കേട്ടോ. ഫാൻ ഇട്ടുണ്ടാവും. ഓക്കെ, പാത്രം ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ചൂടായ ശേഷം നമുക്ക് നെയ്യും അതിൽ വെച്ച് കൊടുക്കാം. പയ്യഞ്ചിൽ ഇടുന്നറിയില്ല, പയ്യഞ്ചിൽ ഇടുന്നറിയില്ല. അപ്പം ഞാനിങ്ങനെ എന്താണ് ഇവിടെ പണി തുടങ്ങുമ്പോൾ കുറച്ച് സമയം ഇരിക്കും. എൻ്റെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ട് അതേ റെസ്റ്റാർട്ട് ചെയ്യും പണികൾ. അങ്ങനെയാണ് കേട്ടോ പോലെ. ഓക്കെ, പിന്നെ പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഫ്ലോയിലങ്ങ് പോകും. പിന്നെ എവിടെയെങ്കിലും ഇരുന്ന് മടി പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മടി പിടിക്കും. അങ്ങനെയാണ് കേട്ടോ. എവിടെ പോന്നേ അരി എവിടുന്ന് ചുറ്റോട്ട് വീണാ വീണക്കല്ല മേലെ പോയിക്കേ. ഒന്നിന് ചോറാൻ വെച്ചിട്ടുണ്ട്, ഒന്നിന് മസാല ആവുന്നുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചോറിനാവുന്ന കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ കോഴി വരുമ്പോഴത്തേക്ക് എനിക്ക് കോഴി കഴുകാൻ ഒക്കെ തട്ടൊന്ന് വൃത്തിയായിട്ട് കാണുമ്പോൾ കോഴി കഴുകാനൊരു സമാധാനമുണ്ട്, ഒരു എനർജി വരും. അപ്പോൾ കിച്ചണ് അങ്ങനെ വലിയ അലങ്കോലമൊന്നും ഇല്ല. കുറച്ച് പാത്രങ്ങളുണ്ട്, ചെങ്കട വളരെ കുറച്ച് സിങ്കിൽ. പിന്നെ ഇപ്പം ഉള്ളിയും ഇന്ത്യ മുറിച്ച തൊലികളും പിന്നെ കഴുകാനായിട്ട് പറഞ്ഞില്ല, തട്ടൊന്ന് എല്ലാം സാധനങ്ങൾ മാറ്റണമെന്നേ വരും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്താൽ കോഴി കഴുകാനിരിക്കാം. സാധാരണ ഞാൻ വർക്ക് ഏരിയൊന്നും കഴുകലുണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും കഴുകാം. അപ്പോൾ വർക്ക് ഏരിയ ഞാനിതാ മനസ്സിലാക്കാം.
അപ്പോൾ അതാ ഇവിടെ ഇരിക്കും, കഴുകും, എന്നിട്ട് കഴുകൂല കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കഴുകും. ഉള്ളിലാണെങ്കിലും അങ്ങനെ തട്ടിൻ്റെ കൂടെ കയറി ഇരുന്നിട്ടാണ് ഞാൻ കഴുകൽ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ മഴയൊക്കെ ആസ്വദിച്ച് കഴുകാം. നോക്കാം എടുത്ത് കഴുകണം. ഓക്കെ. അപ്പോൾ ഗൈസ് അൽഹംദുലില്ലാ ഇപ്പോഴാണ് സമാധാനമായത്. എൻ്റെ കിച്ചൺ വേണ്ട, എല്ലാ പാത്രങ്ങളും ഫിനിഷായി. തട്ടിന്ന് കൗണ്ടർ ടോപ്പിൽ നിന്നെല്ലാം ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിങ്കൊക്കെ വളരെ നീറ്റായിട്ട് കഴുകിയിട്ടുണ്ട്. എന്താണ് പിന്നെ ഇത്തിരി സമയത്ത് ചിക്കൻ വന്നിട്ടില്ല കേട്ടോ. ജുമ കഴിഞ്ഞ് വന്നിട്ടും ചിക്കൻ കൊണ്ടുവന്നിട്ടില്ല, അതാണ് കോമഡി. അപ്പോൾ മസാല ഈ മഞ്ഞളും കുരുമുളകും മാത്രം ഇടാൻ ബാക്കിയുണ്ട്. അതുപോലെ കറിവേപ്പിലും മല്ലിച്ചപ്പും ബാക്കിയെല്ലാം റെഡിയാണ്. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്ന് എനിക്ക് കഴുകി വൃത്തിയാക്കി പെരക്കി പൊരിച്ചിട്ട് വേണം മസാലയിൽ ഇട്ടിട്ട് ചോറ് ദമ്മിടണം. ഓക്കെ. അപ്പോൾ കിച്ചൺ ഇങ്ങനെ ക്ലീനായിട്ട് കാണുമ്പോൾ എന്തൊരു സമാധാനം എന്നറിയാം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതിന് ചിക്കൻ വരട്ടെ കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ നല്ല മഴയായിരുന്നു, പിന്നെ ചുമ്മാതെല്ലാം അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുത്തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൈം ഇപ്പോൾ 1:30 മണിയൊക്കെ കഴിഞ്ഞ് ഇനി കഴുകിയിട്ടപ്പാന്ന് ബിരിയാണി റെഡി ആവുമെന്ന് അറിയില്ല. അപ്പോൾ തൽക്കാലത്തേക്കൊന്ന് ബത്തൊക്കെ തന്നിട്ട് വിശപ്പെടുക്കാൻ കുറച്ച്. അങ്ങനെയുണ്ടല്ലോ ഗൈസ്, നമ്മൾ കോഴി എത്തിയിട്ടുണ്ട്. കോഴി കുറേ ടൈം എടുത്തിട്ടാണ് എത്തിയേട്ടാ. മഴയായതുകൊണ്ടാണ്, പിന്നെ ഇങ്ങനെ ചുമയായി, കുറച്ചധികം ലേറ്റായി പോയി. അപ്പോൾ കോഴി കഴുകി പരക്കി വെച്ചിട്ടുണ്ട്. പൊരിക്കാൻ വേണ്ടി ഇടാൻ പോകും കേട്ടോ. ഇപ്പോൾ സമയം വൈകുന്നേരം 5:30 മണിയാകാൻ പോകുന്നു കേട്ടോ. ഇപ്പം നല്ല മഴ പെയ്തിട്ടുണ്ടായി. ഇതിങ്ങനെ മുറ്റത്തിരിക്കാൻ കേട്ടോ. അപ്പോൾ സെൻറ്റിന് മഴ കളിക്കുന്ന സ്ഥലത്ത് കൊട്ടയൊക്കെ ഇട്ടിട്ട് കളിക്കാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് കിടന്നതാണ്. സമയം കിടന്ന് പോകണമെന്ന് നമുക്ക് മുറ്റത്തിരിക്കാനായിട്ട് അങ്ങനെ മുറ്റത്തേക്ക് വന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ചിക്കൻ വന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കേണ്ടത് ഓർമ്മയുണ്ടായിട്ടില്ല, മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ഞാനും ഷെൻസും ആദ്യം ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ പിന്നെ ഉച്ചക്ക് നേരത്തെയും കാണിച്ചില്ല, അതുകൊണ്ട് വീണ്ടും ചോറിക്കുന്നത് കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ കഴിക്കട്ടെ. അപ്പം ജസ്റ്റ് നിൽക്കാനെങ്കിൽ കാണിച്ചിട്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ വീഡിയോ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വന്ന്. അപ്പോൾ ഷെൻസ് ടി വി ആയിക്കൊണ്ടിരിക്കുന്നത് അത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഉറങ്ങാൻ വേണ്ടി പോവും. പിന്നെന്താണ്, ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇക്കാതെ കണ്ടിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാം. രാവിലെ പോയാൽ ഇപ്പോൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തിയത് അത്ര കേട്ടോ. അപ്പോൾ എന്താണ് ഇന്നത്തെ ചെറിയ കുഞ്ഞു വ്ലോഗ്. ഇവിടെ ഞാൻ ഭയങ്കര പേരാണ്. വ്ലോഗൊന്നുമില്ല. വ്ലോഗ് രാവിലെ കത്തിലടക്കി ബിരിയാണി വെച്ച് പിന്നെ തിന്നതിൽ ജസ്റ്റ് കുറച്ച് ഇങ്ങനെ എടുത്ത് അതന്നെ വ്ലോഗ്, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഒരു ഡൈം ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങോട്ട് വെക്കുമ്പോഴേ ഗുഡ് നൈറ്റ്. ഓക്കെ, പുതിയൊരു വീഡിയോ എഴുതണേ. ബൈ.